കണ്ടില്ലേ, സുബഹി നിസ്കരിച്ചാലും ശിർക്കായി പോകും എന്നിതേ ചുഴലി അബ്ദുള്ള മൗലവി തന്നെ പറയുന്നുണ്ട്. തള്ളിയിട്ട പടിഞ്ഞോട്ട് പോല ചെറുപ്പക്കാരൻ മേത്തൻ തള്ളിയിട്ട പടിഞ്ഞാറോട്ട് പോല വിസ കിട്ടി. അന്ന് രാവിലെ കാറ് നേരെ പള്ളിയിൽ മുക്രിക്കും മുലർക്കും തൊക്കുമ്പോഴുള്ള ഒരാള് കാറും കൊണ്ടുവന്നിരിക്കുന്നു. ഇറങ്ങിയിരിക്കുന്നു. ഒരു ടൗലൊക്കെ കെട്ടിയിട്ട് ഒരു പഹേൽ. ഓൻ പെരുന്നാളിനും കൂടി പള്ളിയിൽ വന്ന് എത്രയില്ല, മുസ്ലിയാർക്ക് പരിചയമില്ല. ഇപ്പൊ ടൗലൊക്കെ കെട്ടിട്ടാ വന്നിരിക്കുന്നത്. രാവിലെ മുക്രിക്കാട് അന്വേഷിച്ചു മോദിനോട്, എന്താ പരിപാടി? ഓ, ആ പയ്യനെ വിസ കിട്ടിയിരിക്കുന്നു, ദുബൈയിലേക്ക് പോവുക, നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുക. എന്നുവെച്ചാൽ പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിച്ച്, സുന്നത്തും നിസ്കരിച്ച്, സുബഹി നിസ്കരിച്ച്, ദിക്റും ദുആവൊക്കെ കഴിച്ച് പള്ളിപ്പറമ്പിൽ ചെന്നിട്ട് മരിച്ചാക്ക് സലാമും പറഞ്ഞ് ഉസ്താദ്മാർക്ക് കൈമടക്കം കൊടുത്തിട്ട് നേരെ ദുബൈയിലേക്കാ. ഇവന്റെ വിശ്വാസം എന്താ? സുബഹി നിസ്കരിച്ചിട്ട് ദുബായി പോയാൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടും. ഇതൊരു തരം ശിർക്ക്. ഇതൊരു തരം ശിർക്ക്. വേറൊരു തരം ശിർക്ക് അയാൾ പറയും. അപ്പോൾ ഒരാൾ സുബഹി നിസ്കരിച്ചാൽ എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കേണ്ടതാണ്. പക്ഷേ നിസ്കരിക്കാത്ത ഒരാൾ ഇന്ന് നിസ്കരിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോവില്ല. മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ് മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ മിൻ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ റെസ്പോൺസിലാണ്. അതേ സമയത്ത് ആരെങ്കിലും സുബ്ഹി ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പാഠമെങ്കിൽ സഹോദരാ, എന്താണ് തൗഹീദ് എന്നോ എന്താണ് ശിർക്കെന്നോ എന്താണ് ഇസ്ലാമെന്നോ അറിയാത്ത ആളുകൾ നമ്മൾ വിചാരിക്കും തബ്ലീഗ് ജമാഅത്തുകാര് നല്ല ആളുകളാണ്, അവര് കുഴപ്പമില്ലാത്ത ആളുകളാണ്, അവര് പാവങ്ങളാണെന്നൊക്കെ വിചാരിക്കും. എന്നാൽ അവരുടെ വിശ്വാസം ചീഞ്ഞു നാറുന്ന വിശ്വാസമാണ്. അവരുടെ കർമ്മ വഴികളിൽ അവരുടെ കൗസരിയുടെ ചില പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. അവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠം അറിയില്ല.